1869 ഡെനിസ് പാപ്പിൻസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരനാണ് ആദ്യമായിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പ് കണ്ടുപിടിക്കുന്നത്. 1850കളിലാണ് പിന്നെ ഇത് ഇലക്ട്രിക്കൽ മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്ത് കപ്പിൾഡ് പമ്പ് ആദ്യമായിട്ട് പുറത്തോട്ട് വരുന്നത്. അതിനും വളരെ ശേഷം 1916ലാണ്, അതായത് ഇന്നേക്ക് 110 വർഷം മുമ്പാണ് ആദ്യമായിട്ട് സബ്മേഴ്സിബിൾ പമ്പ് കണ്ടുപിടിക്കുന്നത്. അതും ജർമ്മൻകാരനായ അർമൈസ് സെഗ്രിവിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്റെ മുന്നിലിരിക്കുന്നതാണ് ഒരു സബ്മേഴ്സിബിൾ പമ്പ്. ഇത് സാധാരണ നമ്മുടെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോണോബ്ലോക്ക് സബ്മേഴ്സിബിൾ പമ്പാണ്. ഇതിന്റെ പേര് പോലെ തന്നെ സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഇമ്മേഴ്സ്ഡ്, അതായത് മുഴുവനായിട്ട് മുങ്ങിയിരിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഇത് സബ്മേഴ്സിബിൾ പമ്പ് എന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പമ്പ് ഫുള്ളായിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ മുങ്ങിയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നേരത്തെ ഞാൻ മോണോബ്ലോക്ക് പമ്പിൽ പറഞ്ഞതുപോലെ അത് എയർ കൂൾഡ് ആയിട്ടാണ് അത് കൂളിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പമ്പിൽ ഫുൾ ആയിട്ട് വാട്ടറിലാണ് ഇതിന്റെ കൂളിംഗ് നടക്കുന്നത്. അതായത് നമ്മൾ വെള്ളത്തിന്റെ പുറത്ത് വെച്ച് ഒരു 2-3 മിനിറ്റിലധികം ഇത് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ വൈൻഡിങ് ഫുള്ളായിട്ട് കത്തിപ്പോകും. ഇത് ഹീറ്റ് കൂടിയിട്ട് വൈൻഡിങ് ഫുള്ളായിട്ട് ഇത് ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പമ്പ് പുറത്ത് വെച്ച് നമ്മളിത് ഓടിക്കാൻ ശ്രമിക്കരുത്. സബ്മേർസിബിൾ പമ്പുകൾ വളരെ സൂപ്പർ സൈലന്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പമ്പ് ഉള്ളത് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ മോണോബ്ലോക്ക് പമ്പ് വെക്കുന്ന പോലെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഫുഡ് വാൽ ലീക്ക് ഉണ്ടായി അല്ലെങ്കിൽ എയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രൈമിങ്ങിന്റെ ഇഷ്യൂസ് യാതൊന്നും തന്നെ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ താഴ്ച കൂടിയ കിണറുകളിലൊക്കെ ഏറ്റവും ഉത്തമം നമ്മുടെ സബ്മേർസിബിൾ പമ്പുകൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ കിണറുകൾ, അതുപോലെ തന്നെ ബോർവെല്ലുകൾ, അതുപോലെ സീവേജ് പമ്പിങ്ങിനൊക്കെ നമുക്ക് സബ്മേർസിബിൾ പമ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ടൈപ്പ് സബ്മേർസിബിൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എത്ര HP ആണ് ഉപയോഗിക്കുന്നത്, കമന്റ് ചെയ്യുക.